ഗൺ ഷോപ്പ് എടുത്തേക്ക് ഗണ്ണ് വാങ്ങിക്കട്ടെ. എന്റെ പൊന്നിത് എന്താ ഇത്? ബിവറേജിന്റെ ക്യൂ ആ? ഇത് അതിലും വലിയ ക്യൂ ആണല്ലോ. അളിയാ ഞാൻ കുറച്ച് മാസ് പിടിക്കും, നീ ഒന്ന് കട്ടൊക്കെ തോണേ. അല്ല ഒന്നുമില്ല. നാറ്റിക്കല്ലേ അളിയാ ഈ ഡ്രസ്. ഞാന് 51 ഇപ്പൊ വന്നിട്ട് കുറച്ച് ഞാൻ എല്ലാ വണ്ടി എടുക്കാനുള്ള ഒരു മൂഡിലാ പറഞ്ഞേ. ഡ്രസ്സൊക്കെ മാറ്റി വരായിരുന്നോ? ഇത് കണ്ടിട്ട് ഒരുമാതിരി. നീ F2 അടിച്ചിട്ടില്ല. ഇതിങ്ങനെ ഇമോട്ട് എടുക്കണ ഇമോട്ട്. ആ ഇമോട്ട് F5 അടിച്ചേ. ഇമോട്ടില് ഇതടിക്ക്. ബാഗ് അടിക്ക്. ബാഗോ ഇമോട്ടില് എവിടെയാ അടിക്കുന്നേ? വന്നില്ലല്ലോ. ഇതെന്ത് വേണ്ടായിരുന്നു ഇത്. ഇമോട്ടിൽ ഇത് F5 അടിച്ചിട്ട് എൻറ്റർ ബട്ടൺ അടിക്കണം. എന്തിനാ എൻറ്റർ ബട്ടൺ അടിക്കണ്ടേ? എൻറ്റർ ബട്ടൺ അടിക്കണേ. കുറച്ചൊക്കെ നീങ്ങി കാണിക്കാവേ. എനിക്ക് ഇമോട്ടൊന്നും എടുക്കാൻ പറ്റില്ല. F5 അടിച്ചിട്ട് അത് കുറച്ച് സെർച്ച് ഉണ്ടല്ലോ, സെർച്ച് ഇട്. വെറുതെ ആവശ്യമില്ലാത്ത ഇമോട്ടിന്റെ ഓപ്ഷൻ ആയിട്ട് മണി ബാഗ് നടിച്ചു നോക്ക്. മണി അളിയ എനിക്ക് പറ്റുന്നില്ല. എനിക്കത് ഇമോട്ട്സ് അവിടെ അറിയാൻ പോലും പറ്റുന്നില്ലടാ. മറ്റേ പഴയ ഇമോട്ട് തന്നെ മതിയാ, നൈസായിരുന്നു അത്. ഈ മയിലെങ്ങനാ എനിക്ക് ഇമോട്ട് എടുക്കാൻ പറ്റണില്ല. ഇതൊക്കെ എന്താ എങ്ങനെ സെർച്ച് ചെയ്യാൻ? ഇമോട്ടിന്റെ പേരറിയണ്ടേ നമ്മള്? ഇപ്പൊ ബാഗ് തന്നെ അടിച്ചു നേരിച്ചോ. ഓക്കെ ബീച്ച് ബാഗ്. ഭയങ്കര പാടാ ഇതെടുക്കാനായിട്ട്. ഇതൊക്കെ കൊണ്ടാണ് കാറ് വാങ്ങിക്കാൻ പോണേ. അല്ലെ കൂടിയ കാരനെ റോസ് റോയ്സ് എങ്ങനെ എടുത്തു? റോസ് റോയ്സ് തുറന്നേരം പൈസക്കാരാണേ, പൈസയൊക്കെ ഉണ്ടാവും. അതെ സാറ വന്ന് മാറണേ. വഴി മാറണേ രാജാവ് മാറണം. എക്സ്ക്യൂസ് മീ രാജാവ് എന്ത് ക്യൂസ്? ഏത് വണ്ടിയാ വേണ്ടേ? എല്ലാ വണ്ടിയും ഇവിടെ കഷ്ടക്കാരൊക്കെ വേണോ? അതെ ഞങ്ങള് കുറച്ച് ലിച്ചാണ്. ഞങ്ങള് കുറച്ച് എല്ലാ വണ്ടിയും 2 എണ്ണം. വലിയ ഫാമിലി എന്നാണ് പറഞ്ഞത്. എല്ലാ ഇല്ല ഒരെണ്ണം. ഇതിന്റെയൊക്കെ പ്രൈസ് എങ്ങനെയാണെന്ന് എന്നെ കൊണ്ടൊന്ന് കാണിച്ചു തരാമോ? അത് പ്രീമിയം കസ്റ്റമർ ആണ്, ഇങ്ങനെയാണോ ഡീൽ ചെയ്യണത്? അതെവിടെ റോസ് ലോയ്സ് ഉണ്ടോ? ഇതിന് വരുന്ന റേറ്റ് 89,10 ആണ്. 89 ഉള്ളൂ ചീപ്പ് കാർ. 89 കോടി 10 ലക്ഷം. 89 കോടി. അന്നിട്ട് ഇതൊരു 2 ബുക്ക് ചെയ്തോ? ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്. നമുക്ക് 10 സ്റ്റോക്ക് ഉള്ളൂ. അപ്പൊ ഇത് ബുക്ക് ചെയ്തോ? ലിസ്റ്റഡ് എടുത്താൽ പോരെ? വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ബൾക്കിന് എടുക്കുന്ന ഇത് ലിസ്റ്റ് ഇത് കൺഫേം ചെയ്യല്ലേ? ഇത് കൺഫേം. ഇഷ്ടപ്പെട്ടോ? ഇതൊരു ബഗാട്ടി അല്ലേ? 128.7 CR ആണ്. 128.7 CR. 128 എന്ന് പറയുമ്പോ ഇത് ഉണ്ട്, 2 ഉണ്ട് നമ്മുടെ. ഇത് വേണ്ട. ഇതിന് 8 സ്റ്റോക്ക് കൂടെ. 8 സ്റ്റോക്കേ ഉള്ളല്ലേ? ഓക്കെ. അപ്പൊ ഇത് ബുക്ക് ചെയ്തോ? ഇത് ബുക്ക് ചെയ്തോ? മൂന്നാമത്തെ ബുഗാട്ടി അടുത്ത്. ഇത് 89. ഇത് എത്ര? ഇത് 89 കോടി ഉള്ളല്ലേ? 89 ഇത് എത്ര കാർ ബാക്കി ഉണ്ടാവും?
ഇതൊരു 12 വണ്ടി കൂടെ. ആ ഇത് ഒരെണ്ണം ബുക്ക് ചെയ്തോ. 12 ലിമിറ്റഡ് ലിമിറ്റഡ് ബുക്ക് ചെയ്തോ. ഇത് എല്ലാം ഒരെണ്ണം വെച്ചല്ലേ? എല്ലാം ഒരെണ്ണം വെച്ച് കുട്ടി ഒന്ന് മാറിക്കണേ. ഒന്ന് മാറിക്കണേ രാജാവണേ. പണക്കാരല്ല പണക്കാരാണ്, കുറച്ച് കാശുള്ള ടീമാണ്. ഇത് 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 ലിമിറ്റഡ് സ്റ്റോക്ക് അല്ല, ഇത് സ്റ്റോക്ക് ഉണ്ട്. ഇതിന് വരുന്ന 1980. നിനക്ക് വെച്ചാ നീക ഈ കാർ വെച്ചാ നിനക്ക്. എനിക്ക് റെഡ് മതി. ചുമല ഇല്ല അത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണല്ലോ. അത് ഇത് മതി. ഇതോ ഇത് വന്നിട്ട് 49.5. 49 കോടിയോ? 49 കോടി 50 ഇത് ലിമിറ്റഡ് ആണോ? ലിമിറ്റഡ് ആണല്ലോ. അല്ല, ആ 3 വണ്ടിയുള്ള ലിമിറ്റഡ്. ഇത് ലിമിറ്റഡ് ആണ് നീകൻ. പക്ഷെ എനിക്ക് അത് മതി. ഇത് ലിമിറ്റഡ് ആണ്. നീ എടുത്തത് ലിമിറ്റഡ് ആണ്. ആണല്ലേ? അന്ന് ഇത് 2 എടുത്തോ. അപ്പൊ കാശ് ഇല്ല, ഇത് ഒരെണ്ണം മതി. ഇത് ഒരെണ്ണം മതി. അപ്പൊ അപ്പൊ ഞാൻ കാര്യം പെട്ടെ, ഈ കാറ് എല്ലാ കാറും ഇതിന്ന് എല്ലാ കാറും ഒരെണ്ണം വെച്ച് ഇവിടെ വന്നിട്ട്. ഓ ഓക്കെ. അപ്പൊ ലിമിറ്റഡ് ആണ് മാത്രമല്ല ഇവിടെ ഇപ്പൊ ഇത് വിസിബിൾ ആയിട്ട് ചെയ്തത്. അല്ല, ഇവിടെ നമുക്ക് 5 വണ്ടി ഡിസ്പ്ലേ ഇടാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. ഇനി വണ്ടി കുറച്ചുണ്ട്. അപ്പൊ എന്താ നോക്കണ്ടേ? അപ്പൊ ഇനി ലിമിറ്റഡ് സാധനങ്ങൾ ഇനിയുണ്ട്. അല്ല, ലിമിറ്റഡ് സാധനം ഈ 3 ഉള്ളൂ. ബാക്കിയുള്ളത് തന്നെ അടുത്ത കുറച്ച് വണ്ടിയുണ്ട്. ഓക്കെ. അപ്പൊ ആ 3 എണ്ണത്തിന് എത്ര രൂപ ഒന്ന് നോക്കിട്ട് ടോട്ടൽ എമൗണ്ട് എന്ന് പറയാമോ? ഡിസ്കൗണ്ട് കൂടെ ടോട്ടൽ എത്ര വന്നു? ഞാൻ ഡിസ്കൗണ്ട് സോറി ഞാൻ നോക്കിയതാണ്, വണ്ടി നോക്കിയതാണ്. എടാ എനിക്കൊരു 500 കോടികളുണ്ട്. കുഴപ്പമില്ല നീകൻ. 500 പിന്നെ എന്റെ ബാങ്കിൽ 600 കോടി ഉണ്ട്. പിന്നെ നമ്മുടെ പ്രോപ്പർട്ടി എല്ലാം കൂടി വിറ്റ് കഴിഞ്ഞ ഒരു 10,000 കോടി അല്ലേ? എല്ലാം കൂടി കൂട്ടി പാമ്പേ കാവിലില്ല. Rock your body, rock your body, come on, rock your body. നമ്മൾ ഇംഗ്ലീഷ് പാട്ടിലെ പാടാറില്ലേ? UK പഠിച്ചതാ ബോസ്. ഞാൻ ലോക്കിങ് ചെയ്തായിരുന്നു കേട്ടോ. ഇനി മറ്റല്ലേ നമുക്ക് എല്ലാ വണ്ടിയും നമുക്ക് ഓരോന്നും വേണേ. പിന്നെ അത് 2 ആളുടെ പേരിലാണ് വേണ്ടത്. എക്സ്ക്യൂസ് മീ. ഇല്ല ഒരാളുടെ നീ നമുക്ക് അത് പോയിട്ട് മറ്റേ ബാങ്കിലുള്ള കാശ് എടുത്ത് പിന്നീട് വാങ്ങിക്കാം. അല്ല, ബാങ്കില് വെറും 1000 കോടിയല്ലേ ഉള്ളൂ ചന്ദ്രൻ. ഇല്ല 500 കോടി ഉണ്ടല്ലോ കയ്യില്. ടോട്ടൽ വരുന്നത് 305.5 CR ആഫ്റ്റർ ഓഫർ ആണ്. ഓക്കെ. 305 അല്ലേ? 305 ആഫ്റ്റർ ഓഫർ ആണ്. ആഫ്റ്റർ ഓഫർ. ഓക്കെ. നമ്മളൊരു 3 CR കുറച്ചുണ്ട്. 3 CR കുറച്ച്. വെറും 3 CR കുറച്ചുള്ളൂ. നമ്മൾ ഇത്രയും 3 വണ്ടി എടുക്കുമ്പോൾ എല്ലാ വണ്ടിയിൽ നിന്നും കുറച്ചുണ്ട്. അതുകൊണ്ടാണ്. കാരണം നമുക്ക് ഈ വണ്ടിക്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റില്ല. അതിൽ നിന്ന് 2 CR കുറച്ചു. ബാക്കി EMI ഉണ്ടോ? EMI അതെ. ഈ 30 CR എന്ന് പറയുമ്പോ എത്ര പൂജ്യം ഉണ്ട്? അല്ല, നമുക്ക് എല്ലാം 305 അതെ. നമ്മുടെ എങ്ങനെയാണ്? ക്യാഷ് ആയിട്ട് വേണോ? അത് ബാങ്ക് ട്രാൻസ്ഫർ? ബാങ്ക് ട്രാൻസ്ഫർ അല്ലേ? ഇപ്പൊ ഞാൻ കാര്യം ചോദിക്കട്ടെ. ഇത് എത്ര സ്റ്റോക്ക് ഉണ്ട് ഇപ്പൊ? അതിനെയും 8 to 9 സ്റ്റോക്ക് ഉണ്ട്. ഇത് ബാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു 10. അത് 12. അപ്പൊ ഈ 12 അപ്പൊ 8 10 12 10 18 അത് അത്ര. അല്ല ഇത് 3ഉം ഞാൻ ബുക്ക് ചെയ്തിട്ട് പ്രീ ബുക്ക് ചെയ്യാലോ. അത് ബുക്ക് ചെയ്തിട്ട് പോയിട്ട് കാശായിട്ട് വന്നാ പോരെ? അല്ല, ഇതിപ്പോ ഞാൻ ബുക്ക് ചെയ്തു. ഞാൻ വേണമെങ്കിൽ അഡ്വാൻസ് എമൗണ്ട് തരാം. അല്ല സാറേ, ഇന്ന് സാധനം ഇപ്പം ഞാൻ ഇപ്പൊ ഒന്ന് വരാമോ? സാർക്കേ ഇങ്ങോട്ട് വന്നേ. സാർക്കേ ഞാൻ ഡീലർഷിപ്പിലോട്ട് സാർക്കേ. സാറേ ഇരിക്കണം.
ഞാൻ ഇരുന്നോട്ടെ. ഇപ്പം EMI ഓപ്ഷൻ ഒന്നും ഇല്ലല്ലേ? EMI ഓപ്ഷൻ അവര് പോയിട്ട് നമുക്ക് ഓപ്ഷൻ ഇല്ലല്ലേ? EMI ഓപ്ഷൻ ഇല്ല. അപ്പൊ ടോട്ടൽ ഇപ്പൊ 305 അല്ലേ? നമ്മളിപ്പോ ഇത്രയും മൂന്ന് പ്രീമിയം വണ്ടി എടുക്കുന്ന സ്ഥിതിക്ക് നമുക്കൊരു 300 കോടിക്ക് റൗണ്ട് ചെയ്ത് 300 കോടിക്ക് തരുമായിരിക്കും. പെട്ടെന്ന് എണീക്കാം. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് നമുക്ക് പോലും ഇതാക്കാൻ പറ്റില്ല. നമുക്ക് സ്റ്റോക്ക് എടുക്കണം. 305 നമുക്ക് ഗ്രാൻഡ് ടോട്ടൽ ആക്കാം. പടവില്ലാണ്ടല്ലേ നമുക്ക് ടാക്സിന്റെ ഇഷ്യൂ വരും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് പറയുന്നത്. വേറെ ഒന്നും അല്ല കേട്ടോ. വേറെ ഒന്നും തെറ്റിയിരിക്കല്ലേ? എനിക്ക് മനസ്സിലാവും. കുറെ വന്നല്ലോ. ചന്ദ്ര പറ. 305 കുറച്ചും കൂടി ടാക്സിന്റെ ഇഷ്യൂ പറഞ്ഞോണേ. ടാക്സ് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമ്മളും വെറുതെ ടാക്സ് കൊടുത്തു. അമേരിക്കൻ എക്സ്പ്രസ് ആണോ അതോ കാർഡ്? പിന്നെ വീട്ടിൽ 4 ബുഗാട്ടി ഉണ്ട് സത്യം പറഞ്ഞ. നമ്മള് പിന്നെ നാളിലുണ്ട് ഒരു 5 റൗണ്ട് ചെയ്താൻ വേണ്ടിട്ടാണ് നമ്മള് ആക്ച്വലി വന്നത്. എന്നാ ഒരു കാര്യം ചോദിച്ചാ, ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം എടുക്കാം. വേണമെങ്കിൽ ഇപ്പൊ ഇനി ഇവരൊരു ചടുപ്പാക്കണം. നമ്മൾ ഇത്ര പറഞ്ഞതൊക്കെ നമുക്ക് തൽക്കാലം വേണമെങ്കിൽ ഒരെണ്ണം. ഞാനിപ്പോ ഒരു 100 കോടി അങ്ങോട്ട് തന്നാലേ 3 വണ്ടി തരാൻ പറ്റുമോ? നമ്മള് നമുക്ക് കിട്ടുമോ? നമ്മള് ക്രെഡിറ്റ് കാർഡ് തരാം. നമ്മുടെ ക്രെഡിറ്റ് കാർഡ് തരട്ടെ. ക്രെഡിറ്റ് കാർഡ് ഏത് ക്രെഡിറ്റ് കാർഡാണ്? ബജാജ് ഇന്റർനാഷണൽ ബജാജ് ഇന്റർനാഷണൽ ബജാജ് അത് അക്സെപ്റ്റബിൾ അല്ല. നമുക്ക് അമേരിക്കൻ ബ്ലാക്ക്, അമേരിക്കൻ എക്സ്പ്രസ്, അമേരിക്കൻ എക്സ്പ്രസ്. ഞാനൊരു 100 കോടി പോയിട്ട് കാശുമായിട്ട് ഒരു 1 മണിക്കൂറിനകത്ത് വരാം. നമുക്ക് കുറച്ച് ഡീലിംഗ്സ് ബുക്ക് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് ക്യാഷ് റോൾ ചെയ്യാനാണ് സമയമില്ല. അതാ നമ്മളെന്നാ പോയിട്ട് 100 കോടി തന്നിട്ട് ഈ 3 എണ്ണത്തിൽ ഓരോന്നും ഇത് അങ്ങ് ബുക്ക് ചെയ്തോ. സാറ് കാശ് സാറിനെ തന്നെ വെച്ചു. നമുക്കിപ്പോ എന്തായാലും അങ്ങനെ സ്റ്റോക്ക് പോവാൻ ചാൻസ് കുറവാണ് ഇന്നത്തെ ദിവസം. അല്ല എനിക്ക് എന്തായാലും വേണം. ഇത് 3 എണ്ണത്തിൽ ഓരോന്ന് വെച്ച് വേണം എനിക്ക്. റിസ്ക് എടുക്കാൻ പറ്റത്തില്ലെന്നാണ് പറയണത്. റിസ്ക് എടുക്കാൻ പറ്റത്തില്ലെന്നാ പറയണേ. എന്നാ ഓക്കെ അഡ്വാൻസ് ഞാൻ 3 മാറ്റി വെച്ചു. ഓക്കെ ഞാൻ പോയിട്ട് കാശ് എടുത്തിട്ട് വരാം. എന്ത് വില കൊടുത്തിട്ടല്ല എനിക്ക് 3 വണ്ടിന്ന് ഓരോന്ന് വേണം. അളിയ നമ്മള് 5 എണ്ണന്നല്ലേ പറഞ്ഞേ? ഇവിടെ 3, 4, 5 5 എടുക്കണ മാസം. എന്റെ ഇമാജിന്റെ പ്രശ്നം സാർഗെ. എന്റെ ഇമാജിന്റെ പ്രശ്നം അളിയ ഇമാജിൻ അല്ലേ? ഇമേജിൻ എന്റെ ഇമാജിന്റെ എന്റെ ഇമാജിന്റെ പ്രശ്നമാണ്. എനിക്ക് എല്ലാത്തിനും എടാ എനിക്ക് വണ്ടി വാങ്ങിക്കണം. 300 കോടിയാവും. എന്റെ ഒരു 250 കോടി ഉണ്ട്. എനിക്കൊരു 55 കോടി കൂടി വേണം. 55 കോടി കൊടുത്താൽ ചന്ദ്രൻ എരപ്പനാവും. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് ആൾക്കാരെ മുന്നിൽ ഞാനൊരു കിടിലോന്ന് എനിക്ക് കാണിക്കണം. അളിയ ഞാൻ ഇട്ടുണ്ട്. ഞാൻ ഒരു 50 സിയർ ഇട്ടുണ്ട്. എടുത്തോ. ഈ ഒരു സാഹചര്യത്തിൽ എന്നെ സഹായിക്കാൻ പറ്റുന്ന നീ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. കാരണം എന്റെ അടുത്ത് ഇത്ര അടുപ്പമുള്ള ഒരാള്, സത്യം പറഞ്ഞ ഗ്യാങ്ങിൽ എന്റെ അടുത്ത് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ണും പൂട്ടി പറയും അത് സാർക്കെന്ന്. അത് ശരിയാണ് സാർക്ക്. ഞാൻ യോജിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ. പുതിയ വണ്ടി അലീന അലീനല്ല, ഇത് അലീനല്ല. ലിഫ്റ്റ് വല്ലതും വേണോ? ലിഫ്റ്റ് വേണോ? അലീനൊക്കെ വണ്ടിയൊക്കെ എടുത്ത് ഭയങ്കര ആളായി, റിച്ചായി. എത്ര വണ്ടിയാണെന്നറിയോ? എന്റെ ഇമാജിന്റെ പ്രശ്നമാണ് സാർക്ക്. എനിക്ക് 55 കോടി കിട്ടിയാൽ പറ്റും. ഞാൻ മോളിൽ ചാടി ചാവും, അല്ലെങ്കിൽ സത്യം ചാവും. ഞാൻ ചത്ത് കളഞ്ഞ അവളൊക്കെ വണ്ടി തന്നെ മുന്നേ ഷോ കാണിക്കുന്നത്. ചന്ദ്രു പൊട്ടന്മാരാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, എടുത്തു ചാടി വണ്ടിയൊക്കെ മേടിക്കാതെ പിന്നെന്ത് കുറച്ചുകൂടെ കഴിയിട്ട് വെയിറ്റ് ലിമിറ്റഡ് സ്റ്റോക്കാ കഴിവറ പോലെ. സന്തോഷ വാർത്ത. തന്ത്രമല്ലേ ലിമിറ്റഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് വണ്ടി വിറ്റഴിക്കാനുള്ളേ.
എനിക്ക് കാശൊന്നും വേണ്ട, സാർക്ക് തരാന്ന് പറഞ്ഞു. വേണ്ട. അല്ല ഞാൻ പറയാൻ വന്നത് ഞാനിപ്പോ 4 വണ്ടി എടുത്തേ, അപ്പൊ ഇനിയിപ്പോ എന്റെ ഇല്ലെന്ന് പറയാൻ വേണ്ടി. 4 വണ്ടി എന്ന് പറയുമ്പോ 500 കോടി. ആ 4 വണ്ടി കാണിച്ചാ, ആ 4 വണ്ടി കാണിച്ചാ. എടുക്കാൻ പറ്റത്തില്ല. 4 വണ്ടി കാണിച്ചാ. വണ്ടി എടുത്ത് ഇട്ടേക്കുവോ? വണ്ടിയോ? അതെ അതെ, എല്ലാം മച്ചാനെ കണ്ട ഒരു സൂപ്പർമാന്റെ ലുക്ക് ഉണ്ട്. കുറച്ച് കാശ് ഒരു കുറച്ച് പൈസ ഉണ്ട്, ഒരു 100 കോടി ഉണ്ടാവോ കയ്യില്? ആ കുറച്ച് ഒരു 100 കോടി മതി. തരാം, നമ്മൾ തരാം. 2 ദിവസം ഞാൻ ഇപ്പൊ തന്നെ 1000 കോടി ട്രാൻസ്ഫർ ചെയ്തുള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് തരാം. നേരത്തെ ചോദിച്ചു. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അല്ല എന്തെങ്കിലും ചെയ്യാൻ പറ്റൂല്ലേ? കണ്ണ അടുത്ത് പറയല്ലേ? എനിക്ക് പറയണം. ഞാൻ അല്ലെങ്കിൽ ഇവിടെ ചാടും, ഞാൻ ഇവിടെ ചാടും പറഞ്ഞ സാറേ ഞാൻ ചാടും. ഞാളെ ചാടില്ലേ, ഞാൻ തരാം. ഇതെന്റെ ഈഗോയുടെ പ്രശ്നമാണ്. നമ്മള് ഈഗോ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കയ്യിലുള്ള കാശ് ഉള്ളു. എടാ എനിക്ക് 50 കോടി തരാൻ പറ്റുമോ ഇല്ലയോ? ചന്ദ്രന്റെ 1000 കോടി എവിടെ? എവിടെ 1000 കോടി? സാർക്ക് 50 കോടി തരാൻ പറ്റൂല്ലേ? സാർക്ക് റെഡി അല്ലേ? സാർക്ക് ഞാൻ ഇതുവരെ 60 കോടി തിരിച്ചു തരും. 60 കോടിയായിട്ട്. ഇതെന്റെ വാക്ക. 60 കോടിയായിട്ട് നിന്റെ കയ്യിൽ തിരിച്ചു തരും. ഹീലിങ്ങിന്റെ കുറെ കാശിന്റെ ഇരിക്കാനോടാ. ചന്ദ്ര ഇപ്പൊ വണ്ടി വാങ്ങാതിരിക്കുന്നേ നല്ലേ, വേറെ നല്ല വണ്ടികൾ ആണോ? എന്നാ മക്കളെ അത് ഭയങ്കര മോശമായി പോയി. എനിക്ക് ഹേർട്ടായിട്ടോ അലീന. യു ആർ ദ ഓൺ മാൻ. യു ആർ ദ ഓൺ. എടി 4 വണ്ടി ഞാൻ വാങ്ങിക്കാൻ പോ. 4 വണ്ടി വേണമെങ്കിൽ ഒന്ന് കണ്ടു. മാസ് കാണിച്ചോളിയാ. എനിക്ക് കൊട എടുക്കാൻ പറ്റുന്നില്ല. ചന്ദ്രു ഒന്ന് ഇല്ല. ഞാൻ നിക്കൂടാ എന്റെ സാലറി. കാശാണോ കാർഡാണോ? ക്യാഷ് ആയിട്ട് എന്ത് റാ പോലെ കുനിഞ്ഞിരിക്കാനോ നീക്ക? കണ്ടോ എല്ലാരും കണ്ടോ? സ്റ്റുഡിയോ ഡ്രസ് അതെ എക്സ്ക്യൂസ് മീ. അതെ ഈ ATM ഉണ്ട്. ATM പുറകില് അപ്പുറത്തും അവന്റെ മുമ്പിച്ചാണാ. ചന്ദ്രു ഒന്ന് ആലോചിച്ചിട്ട് എടുക്കുന്നതല്ലേ നല്ലത്. ഇവിടെ ചന്ദ്രു പോലീസ് കാറിൽ കേറി ഇരിക്കല്ലെന്ന് പറഞ്ഞിട്ടില്ലേ പലതവണ? പലതവണ. ഇനി കുറച്ച് സമയം കഴിഞ്ഞ് എന്നെ കിട്ടാൻ. ഇപ്പോരാ 5 മിനിറ്റ്. ഞാൻ മെയിൻ ബാങ്കിൽ കേറിട്ട് വരേണ്ട ഒരു സമയം മാത്രം പോരാ. പോലീസിന്റെ വണ്ടി തിരിച്ചു കൊടുക്കാൻ പറയാ. പച്ചവണ്ടിയുടെ കൂടെ കാശ് മറക്കല്ലേ? കാശൊക്കെ ഇപ്പൊ പോലീസ് കൊണ്ടു. ചന്ദ്രൻ പോലീസിന്റെ വണ്ടി എടുത്തോണ്ടാ പോയത്. ചന്ദ്രൻ ഇന്നൊന്നുമല്ല കക്കാൻ തുടങ്ങിയത്. എന്നെ കൂട്ടളിയാ, ഞാൻ ഇവിടെ ഉണ്ട് ഫ്രണ്ട് ഇരിക്കുന്നു. അളിയ ഞാൻ അളിയ നീ അവിടെ എന്നെ ആര് ചോദിച്ചാൽ അറിഞ്ഞോടെന്ന് പറഞ്ഞ ചേട്ടാ. ഇപ്പൊ വരാവേ. എടാ 50 എത്ര രൂപ ഒരു മാക്സിമം കുറച്ച് തരും? 305 കോടിയായി ഞാൻ എല്ലാം കൂടി വണ്ടി പറഞ്ഞേല്. എത്ര കോടി കുറച്ച് തരും? ചന്ദ്ര ഏത് കടയിലാ നിക്കുന്നത്? ചന്ദ്ര ഈ കടയില്ലല്ലോ. എടാ മെയിൻ നമ്മുടെ മറ്റേ ഗൺ ഷോപ്പിന്റെ അടുത്തുള്ള. അതല്ല അല്ലല്ല എനിക്ക് ഇവിടെ തന്നെ വാങ്ങിക്കണം. വണ്ടി ഇല്ലല്ലോ ഇവിടെ ഉണ്ട്. വണ്ടിയുണ്ട്. അവിടെ തന്നെ കണ്ടി കൂടുതൽ ഇവിടെ നല്ല വണ്ടി. ഇവിടെ കമേരയൊക്കെ ഉണ്ട്. പലയിടത്ത് പല വണ്ടിയാണോ? ഞാൻ ബാങ്കിൽ കാശ് എടുത്തോട്ടോ.
ചന്ദ്ര ഇങ്ങോട്ട് അവിടെ ഓഫർ ഒന്നും കിട്ടത്തില്ല. ഇപ്പഴാ പീവട്ടി തന്നെയാ. ഒക്കെ ഇവിടെ ഉണ്ട്. ചന്ദ്ര ഇപ്പൊ വരുന്നില്ലേ? ഞാൻ ഇപ്പൊ ഓക്കെ ഇവിടെ അവരെ ഞാൻ ഒന്ന് പറഞ്ഞ് സൗമ്യപ്പെടുത്തി നിർത്തിയിട്ടുണ്ട്. അവരെന്തിയേ ബാക്കിൽ ഞാൻ പോലെ ഇത് കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമോ നമുക്ക്? അല്ലെ നമുക്ക് ബാർഗൻ ചെയ്യാം. 100 കോടി വാങ്ങിക്കാം വീട്ടിൽ നിന്ന്. എന്നെ കൊണ്ടുപോകും. സാറേ നിന്നെ ചതിക്കൊന്നാണ് സാറേ. ഞാൻ പറഞ്ഞല്ലോ സാറേ, ഞാൻ അങ്ങനത്തെ ഒരാളല്ല ഞാൻ. നിങ്ങൾ എന്നെ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. എനിക്ക് ശരിക്കും വേറൊരാളെ പോലെ തോന്നി. വണ്ടി ഓക്കെ സാറേ കേറല്ല. സാറേ സാറേ നിങ്ങളൊന്ന് ലോക്ക് ചെയ്ത് സാറേ. നമ്മുടെ വെഹിക്കിളിൽ ഇപ്പൊ ലോക്ക് സിസ്റ്റം ഇല്ല എന്നാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ബുദ്ധിമുട്ട് മനസ്സിലായി സാറേ. ക്ഷമിക്കണം. ഞങ്ങളെ പ്രൊഫഷണൽസ് ആണ്. പക്ഷെ ഇത് മോട്ടിച്ചോ നമ്മള് പോയില്ല. നിങ്ങളെ വേദന നമുക്കറിയാം. ലോക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രൊഫഷണൽസ് ചിലപ്പോ നടക്കില്ല സാറേ. അതുകൊണ്ട് ഒരു 50 കോടി തന്ന് സഹായിക്കാം. ഒരു 50 കോടി തന്നു സാറേ. 5 സാറേ 2 കോടി തരാം. 2 കോടി സാറേ. ഞാനൊരു പഴയൊരു കാര്യം പറയട്ടെ സാർ. എന്റെ ഓർമ്മയിലുള്ള ഒരു കാര്യമാണ്. എന്റെ ഒരു കൂട്ടുകാരൻ എന്നെ ചതിച്ചു. ഒരു വീഡിയോ എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ പോട്ടെ. എടാ 50 വരെ ഞാൻ ഇവിടെ വണ്ടി എടുക്കണം. എനിക്ക് ഈ 3 വണ്ടി ഇഷ്ടപ്പെട്ട ഈ വണ്ടി എടുക്കുക എന്തായാലും. എല്ലായിടത്തും വണ്ടി തന്നെ. ശരി അവിടെ 300 കോടിക്ക് കിട്ടും എല്ലാ വണ്ടിയും. ഞാനേ എവിടെ ഡയലോഗ് വിളിച്ചിട്ട് പറഞ്ഞ കിട്ടൂലട്ടാ. അവിടെയും കിട്ടൂല ഇവിടെയും കിട്ടില്ല. അതെ 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 ഞാൻ സംസാരിച്ച ഓണർ എന്ത് അല്ല. ഞങ്ങള് 3 വണ്ടി എടുത്തപ്പോ നിങ്ങള് 300 കോടി, ഞാൻ 305 കോടിയാണ് ഈ 3 വണ്ടി കൂടി വന്നത് ടോട്ടലേ. ഒരു പ്രീമിയം കസ്റ്റമറിന് കുറച്ച് വില കുറച്ച് ഒരു 300 കോടിക്ക് റൗണ്ട് ചെയ്ത് കൊടുക്കാറുണ്ട് നിങ്ങൾക്ക്. മോശമായി പോയത് എന്തായാലും. 300 അതിന് 3 വണ്ടി അല്ല 3 വണ്ടി എടുക്കാം നമ്മള്. 300 കോടിക്ക് നിങ്ങൾ തരുവാണെങ്കിൽ സന്തോഷം എടുത്തല്ലേ നീകൻ. പക്ഷെ നമുക്ക് നല്ലൊരു ഓഫർ നമുക്ക് അപ്പുറത്തെ ഷോറൂമിൽ നിന്ന് 300 കോടിക്ക് 3 വണ്ടി കൊടുത്തിട്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ എന്ത് ചെയ്യണം? പ്രീമിയം കസ്റ്റമേഴ്സ് ആണ്. 3 വണ്ടിയും ഒരു ബൈക്കും തരാന്ന് പറഞ്ഞു. ഇല്ല ബൈക്കിന്റെ ഇല്ല അതേവന് മാത്രം കൊടുക്കാന്ന് പറഞ്ഞത്. അയാള് ബൈക്ക് വന്നിട്ടില്ലെന്ന്. എവിടെ അവിടെ ഉണ്ടല്ലോ സാറേ. ഇവിടെയാണ് ഇല്ലാത്തത്. ഞങ്ങൾക്ക് അല്ല ഇപ്പൊ 2 നിങ്ങള് ഓണസ്റ്റായിട്ടാണ് പറയുന്നത്. അപ്പുറത്തെ ഷോറൂമിൽ നമുക്ക് 300 കോടിക്ക് എല്ലാ വണ്ടി കൂടി തരാന്നാ പറഞ്ഞത്. ഇല്ല അപ്പൊ നമ്മൾ കാര്യം ചെയ്യാം. നിങ്ങൾ 3 വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു വണ്ടി നമ്മൾ തരും ഫ്രീ ആയിട്ട്. അത് ഏത് വണ്ടിയാ? അതേത് വണ്ടിയാ ഫ്രീ ആയിട്ട് ഇരുന്നേ? പച്ച വണ്ടിയാണോ? പച്ച വണ്ടി തരാൻ പറ്റും സാറേ? അതല്ല പച്ചയുടെ തൊട്ടപ്പുറത്ത് ഇറങ്ങുന്നുള്ള വണ്ടി. പച്ച വണ്ടി തരാമോ? പച്ച വണ്ടി തരാം. എന്നാ ഞാൻ നിങ്ങളുടെ ഈ ഷോറൂം ഞാൻ പ്രൊമോട്ട് ചെയ്യും. എനിക്ക് ചന്ദ്രൻ ബ്ലോഗ്സ് ഒരു ബ്ലോഗ് ചാനൽ ഉണ്ട്. ഞാൻ അത് പ്രൊമോട്ട് ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള തുടങ്ങി ഇപ്പം ഞങ്ങളിവിടെ ഇരിക്കുക. നിങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞോ. നിങ്ങൾ ആലോചിച്ചിട്ട് പറയാമോ?
ഞങ്ങൾ ഇവിടെ ഇരിക്കാം. നീകൻ വരൂ. സാറിന് സമയമുണ്ട് സാറേ, ആലോചിച്ചിട്ട് പറ. ഇതിന് ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഈ സമയം കൊണ്ട് അപ്പുറത്ത് പോയിട്ട് അവിടെ ഒന്ന് ബാർഗെയിൻ ചെയ്തിട്ട് വന്നാലോ? ഇല്ല 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 ഇവരെന്താ ഇവരെന്തെങ്കിലും വില കുറച്ച് തരുമായിരിക്കും നമുക്ക്. നീകൻ പറഞ്ഞിട്ടേ അവിടുത്തെ കേസ് എന്താന്ന് നോക്കിയോ? അമ്പത്തൂരിന്റെ വാക്ക് ഈ വണ്ടി പറ്റത്തില്ല. ഈ വണ്ടി ഏതാ? ഔഡി അളി, ഇത് ഔഡി. 5 വണ്ടിയാണ്. ഇത് ഔഡിയാണ്. എന്നിട്ട് ഈ 3 വണ്ടിയല്ലേ? ഈ 3 വണ്ടി ഇത് 4 സീറ്റർ ആണോ? ഈ 3 വണ്ടിയുടെ വില ഒരു മിനിറ്റ്. ഹലോ എക്സ്ക്യൂസ് മീ. ഹലോ ചേട്ടാ, അതെ ഒരെണ്ണത്തിന് 130. ഹലോ 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 എക്സ്ക്യൂസ് മീ. ഹലോ അതെ, ഈ 3 വണ്ടിയുടെ വിലയാണോ നിങ്ങൾ ഈ പറഞ്ഞ? ഈ 3 വണ്ടിയും കൂടെ എത്രയാ വരുമെന്ന് പറഞ്ഞാൽ ലാസ്റ്റ്? 300. ഈ 3 വണ്ടിയും കൂടി എത്രയാ വരുന്നത്? ഏത് 3 വണ്ടിയാണ്? ഈ 3 വണ്ടി എത്രയാ വരുന്നത് ടോട്ടൽ? ഈ 3 വണ്ടിയും കൂടി, ഈ അതായത് ഈ ലിമിറ്റഡ് സ്റ്റോക്ക് 3 വണ്ടി. ഈ റോയിൽ കിടക്കണം 3 എണ്ണം. അതല്ലേ അവര് 300 കോടി എന്ന് പറഞ്ഞേ. എടാ ഞാൻ എന്റെ സമ്പാദ്യം മുഴുവൻ ഞാൻ ഇതിൽ ഇടുവാ SRK. എനിക്ക് ഇതില്ലെങ്കിൽ ഞാൻ തെണ്ടിയാ നാളെ തൊട്ട്, അറിയാവോ നിനക്ക്? ഇത് ശാരദം പറയല്ലേ നീകൻ. നാളെ തൊട്ട് നമ്മുടെ പണി തുടങ്ങും. നമ്മുടെ സാമ്രാജ്യം സ്ട്രോങ് ആക്കും നമ്മള്. വെസ്റ്റ് വരാനല്ലേ? അല്ല മീന നമ്മള് പണം പോട്ടെ, പവർ വരട്ടെ. ചെറിയ കത്തി കിട്ടിയോ നിനക്ക്? എന്റെ ഓൾറെഡി ഉണ്ടല്ലോടാ. താടാ എനിക്ക് താടാ. സ്വയരക്ഷ താടാ എനിക്ക് ഇതിപ്പോ എന്റെ കയ്യിലുള്ള എല്ലാം ഞാൻ കൊട്ടേഷൻ എടുക്കണം. റെഡി ആയിക്കോ. ഇപ്പൊ തന്നെ എടുക്കുവാണ് കൊട്ടേഷൻ അല്ലേ? 3 വണ്ടിയും കൂടെ ഓൾമോസ്റ്റ് ഒരു 300 കോടി 10 ലക്ഷം രൂപ. സോറി, ഒന്നുമില്ല, ഫ്രീ ആയിട്ട് വേണം നമ്മൾ. പറയൂ. 310 കോടി വരും 3 വണ്ടിയും കൂടെ. 310 കോടിയാ? 300 കോടി 10 ലക്ഷം എന്നല്ലേ പറഞ്ഞേ സാറേ? 3 വണ്ടിയുടെ പ്രൈസ് എന്ന് പറയാം സാറേ. 2 വണ്ടി അറൗണ്ട് 90 കോടി ഉണ്ട്. 128 കോടി. അതുകൂടി നമുക്കൊരു 100. സാറേ ഇത് കണക്ക് വരുമ്പോഴത്തേനും അതും പ്രീമിയം വണ്ടിയാണ് സാറേ. നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഇത്രയും ബൾക്ക് ചെയ്ത് എടുക്കാന്നുള്ള 300 കോടിക്ക് നമുക്ക് തന്നിരുന്നെങ്കിൽ. എന്റെ അറിവില് സിറ്റിയില് സാറേ ഇന്നേ വരെ ആരും ഈ 3 വണ്ടിയും ബൾക്കായിട്ട് എടുത്തിട്ടില്ല. ബൾക്കായിട്ട് എടുത്തിട്ടുണ്ട്. മറ്റേ പൊളപ്പൻ എന്ന് പറയുന്ന ആൾ എടുത്തിട്ടുണ്ട്. ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ വേറെ 2-3 പേര് എടുത്തിട്ടുണ്ട്. ഇല്ല സാറേ, നിങ്ങളുടെ മാർക്കറ്റിംഗ് ആണ് സാറേ, നമുക്കറിയാം. സാറിന് ഒരു കാര്യം പേഴ്സണൽ സംസാരിക്കണം. നീകൻ ആഷ് ഫ്രൂട്ടൽ എവിടെയാണ്? ആഷ് ഫ്രൂട്ടൽ